ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം കുറ്റ്യാടി മണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ മേഖലയിലെല്ലാം വ്യാപകമായ UDFിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വില്യാപ്പള്ളിയിൽ ഒരു സ്ഫോടനം നടന്നുവെന്നും അത് CPM ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറ്റ്യാടി മണ്ഡലത്തിൽ കലാപം അഴിച്ചുവിടാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന തോതിലാണ്, എന്ന രീതിയിലാണ് ആ പ്രചരണങ്ങളെല്ലാം നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ UDYFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചും വില്യാപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്നതായി സോഷ്യൽ മീഡിയ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. തെറ്റായ ഒരു കാര്യത്തിൻ്റെ മുകളിൽ പ്രദേശത്ത് അസ്വസ്ഥത സൃഷ്ടിക്കാനും വലിയ തോതിൽ ഒരു സംഘർഷത്തിലേക്ക് നാടിനെ നയിക്കാനുമുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ഈ പ്രചരണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗത്തുള്ളത് എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വില്യാപ്പള്ളി മേഖല എന്ന നിലക്ക്, അതിൻ്റെ ഭാരവാഹികൾ എന്ന നിലക്ക് ബന്ധപ്പെട്ട ആളുകളോടും ബഹുജനങ്ങൾക്ക് മുമ്പാകെയും സൂചിപ്പിക്കാനുള്ളത്. നിസ്സാരമായ ഒരു സന്ദർഭത്തെയും സാഹചര്യത്തെയും എങ്ങനെ രാഷ്ട്രീയമായി വിനിയോഗിക്കാമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രചരണവും അതോടൊപ്പം തന്നെ വലിയ തോതിൽ തെറ്റായി വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ വഴിതിരിച്ചു വിടാനുള്ള ബോധപൂർവമായ പരിശ്രമവും നടക്കുന്നത്. ഇവിടെ കൊറ്റ്യാമ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു 17കാരനായ ഒരു കുട്ടി അവിടെ ഓലപ്പടക്കം നേരത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പൊട്ടിയ ഒരു ഓലപ്പടക്കം, പൊട്ടാത്ത 1-2 ഓലപ്പടക്കം വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ ഒരു കൗതുകത്തിൻ്റെ ഭാഗമായത് പൊട്ടിച്ചതിൽ അബദ്ധത്തിൽ പറ്റിയ അപകടം, കൈക്ക് പരിക്ക് പറ്റുകയും അങ്ങനെ ഒരു സാഹചര്യം സംഭവിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ചെറുപ്പക്കാരൻ നിലക്ക് 17+2 വിദ്യാർത്ഥിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 17 വയസ്സാണ്. പ്രായപൂർത്തി പോലും ആവാത്തൊരു ചെറിയ കുട്ടി. ആ കുട്ടിയുടെ പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ തോന്നിയ അശ്രദ്ധമായ കൈകാര്യം ചെയ്യൽ, ഒരു പടക്കം പൊട്ടിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അബദ്ധം, കൈ പൊട്ടുന്ന അല്ലെ കൈ മുറിയുന്ന ഒരു കൈക്ക് പരിക്ക് പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വിഷയത്തെയാണ് തെറ്റായി വ്യാപകമായി CPMൻ്റെ അക്രമത്തിനുള്ള കോപ്പുകൂട്ടലാണെന്നുള്ള വ്യാഖ്യാനം നടത്തി കുറ്റ്യാടി മണ്ഡലത്തിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള പരിശ്രമം UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. നേരത്തെ നടന്ന ചില പ്രവർത്തനങ്ങളെ എല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് തികച്ചും വ്യക്തിപരവും ഒരു പ്രാദേശികവുമായി മനസ്സിലാക്കപ്പെടാവുന്ന ഒരു കാര്യത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ദുരുദ്ദേശപരമായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ UDFിൻ്റെ ഭാഗത്തു നിന്ന് വന്നു ചേർന്നിട്ടുള്ള നടപടിക്രമങ്ങളെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ചും 17 വയസ്സുകാരനായ ഒരു കുട്ടി ഈ കാര്യത്തിൽ അവന് പറ്റിയുള്ള അബദ്ധവും തെറ്റും തിരുത്തി ശരിയാം വണ്ണം മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് പകരം ഭാവിയിൽ അവരുടെ ഭാവി പോലും അപകടപ്പെടുത്താവുന്ന വിധത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് വരുത്തി തീർത്ത് ആ കുട്ടിയുടെ ഭാവിയെപ്പോലും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ UDFിൻ്റെ ഈ തെറ്റായ സന്ദേശം നൽകുന്നതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് ഞങ്ങൾക്ക് LDF നിലക്ക്, വില്യാപ്പള്ളിയിലെ പ്രവർത്തകന്മാർ നിലക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ UDFിൻ്റെ നേതൃത്വം ഈ വിഷയത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് അതിൽ നിന്നും പിൻവാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ നടപടിയിലുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് UDF നേതൃത്വം പിൻവാങ്ങണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ കാര്യത്തിലൂടെ സമൂഹത്തിനകത്ത് തെറ്റായ സന്ദേശം കൊടുക്കുന്നുവെന്ന് മാത്രമല്ല, പരസ്പര സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു വഴിമരുന്നിടുന്നതിനായും അത് മാറും എന്നുള്ളതിനുള്ള തോന്നലാണ് അവരുടെ പ്രകോപനപരമായ ഇടപെടൽ. 17 വയസ്സുള്ള ഈ വിദ്യാർത്ഥി പടക്കം പൊട്ടി അപകടം സംഭവിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരു അപകടമുണ്ടായപ്പോൾ ആ പ്രദേശവാസികളെല്ലാം ഓടിയെത്തുകയും പ്രാഥമികപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അതിന് ആവശ്യമായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടന്നു വരിക. ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവരെല്ലാ റിപ്പോർട്ടുകളും ശേഖരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വന്ന എല്ലാ അധികാരികൾക്കും അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിക്ക് ഒരു കൗതുകത്തിൻ്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് ഇത് എന്ന് ആ നാട്ടിലും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ UDF ചെയ്ത ഒരു സംഭവം എന്താണ് എന്ന് വെച്ചാൽ,
കുറ്റ്യാടി മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണ് എന്ന് UDF തിരിച്ചറിയുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൽ വെപ്രാളം പൂണ്ട് ഈ നാടിനകത്ത് ബോധപൂർവം കലാപമുണ്ടാക്കാനുള്ള അവസരമായി ഇത്തരം സംഭവങ്ങളെ എടുക്കാൻ വേണ്ടിയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. വില്യാപ്പള്ളിയിലെ കൊറ്റിയാമ്പള്ളി പ്രദേശത്ത് താമസിക്കുന്ന ഏതൊരാളോടും ചോദിച്ചാൽ ഈ കുട്ടികളെ ഈ 17 വയസ്സുള്ള ഈ അപകടം സംഭവിച്ചിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഏതെങ്കിലും തരത്തിൽ മറ്റു തരത്തിലുള്ള ഇടപെടലുകളോ എന്തെങ്കിലുമുള്ള ഒരു കുട്ടിയാണോ എന്ന് പരിശോധിച്ചാൽ വളരെ പാവമായി എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ഒരു കുട്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും അതിൽ മറ്റു വ്യത്യസ്തമായൊരു അഭിപ്രായമില്ല. വേറെ ഏതെങ്കിലും തരത്തിലൊരു കലഹമുണ്ടാക്കുകയോ മറ്റെന്തെങ്കിലും പരിപാടിക്ക് പോവുകയോ ഒന്നും ചെയ്യുന്ന കുട്ടിയല്ല. വളരെ സമാധാനപരമായി വീട്ടിൽ ഒരു ജ്യേഷ്ഠനും അനുജനും എപ്പോൾ ഒരുമിച്ചാണ് സഞ്ചരിക്കുക. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തിനകത്ത് അപ്രതീക്ഷിതമായി ഈ കുട്ടിക്കൊരു അപകടം സംഭവിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടത്തുന്നു എന്ന് മാത്രമല്ല, UDF എന്ന് പറയുന്ന സംവിധാനം സമൂഹത്തിനകത്ത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ഞങ്ങൾ ചോദിക്കുക. ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു ക്രിമിനലായി ചിത്രീകരിക്കുന്ന നിലയിലേക്ക് 1-2 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായി തകർക്കുന്ന നിലയിലുള്ള UDFൻ്റെ ഈ ശ്രമം വിലപ്പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന് UDF കനത്ത വില നൽകേണ്ടി വരും. ആ പ്രദേശത്ത് UDF പറയണം, ആ പ്രദേശത്ത് വീട് കയറി ഏതെങ്കിലും ഒരാൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെയൊരു രീതിയുള്ളവരാണ് അല്ലെങ്കിൽ ഈ സംഭവത്തിന് CPMനോ ഇടതുപക്ഷത്തിനോ പങ്കുണ്ട് എന്നെല്ലാം ഇന്ന് വ്യാഖ്യാനിക്കുന്ന അതിന് പുതിയ മാനം കണ്ടെത്തുന്ന UDF വളരെ കൃത്യമായി തന്നെ അത് പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ലളിതവൽക്കരിച്ച് ഇത്തരം കാര്യങ്ങളെ ആകെ കൊണ്ടുപോകാമെന്ന് UDF ധരിക്കേണ്ടതില്ല. ഞങ്ങൾ ജനങ്ങളോട് പറയും, ഞങ്ങളിതിനെ വേറെ രീതിയിൽ നേരിടാനും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഈ പ്രദേശത്തെ കുടുംബത്തെ സംബന്ധിച്ചും ഈ കുട്ടിയെ സംബന്ധിച്ചുമെല്ലാം ആ പ്രദേശത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിഷയം ബഹുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും, യാതൊരു തർക്കവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവർ ഉന്നയിച്ച രീതിയിലുണ്ടെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നില്ല. വില്യാപ്പള്ളിയുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു കാലത്തും കലാപങ്ങളെയോ അക്രമങ്ങളെയോ മറ്റു തരത്തിലുള്ള ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് UDFൻ്റെ ഭാഗത്ത് തന്നെയാണ് വില്യാപ്പള്ളിയിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ അത്രയാണ്. ഇന്ന് 12 മണിവരെ UDFുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോടൊക്കെ സംസാരിച്ചിരിക്കും. ഇപ്പോൾ പാവായിപ്പോയി, ആ കുട്ടി ചെറിയ കുട്ടിയല്ലേ, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് നമ്മളൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടിയാണ്, അബദ്ധത്തെ പറ്റിയാണ്. 1 മണി 1:30 മണിക്ക് ശേഷമാണ് ഈ സംഭവം വേറൊരു വിധത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെയും മറ്റും ഇക്കാര്യം കാണുമ്പോൾ അതുവരെ നമ്മളെപ്പോലുള്ള ആളുകളോട് പാവമായി പോയി, കുട്ടിയുടെ കൈ പോയി, പ്രശ്നം എന്നെല്ലാം പറഞ്ഞ ആളുകൾ എവിടുന്നോ നടന്നൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം ഇത് വേറൊരു വിധത്തിലേക്ക് വഴിതിരിച്ച് വിടുന്നത്. നമുക്കതിലത് വലിയ സംശയമുണ്ട്. കാരണം രാവിലെ ഉച്ചയ്ക്ക് 1 മണി വരെ ഇല്ലാത്തൊരു സംഭവം അതിനുശേഷം എവിടെയോ വെച്ച് നടന്ന ഒരു ഗൂഢാലോചന ഭാഗമായിട്ടാണ് വീണ്ടും ഈ സംഭവത്തിലേക്ക് ഈ രീതിയിലേക്ക് വന്നത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.